കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. കുറച്ച് പേരൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ രക്ഷിതാക്കളുടെ സാന്നിധ്യം വളരെ കുറവായി. ഇന്ന് നമ്മുടെ പ്രദേശത്തും പത്രമാധ്യമങ്ങളിലും നമ്മുടെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സ്ഫോടനാത്മകമായ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മഹല്ല് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ എങ്ങനെ ഇടപെടണമെന്ന് ഇപ്പോഴും നമ്മൾ പോലും ഇരുട്ടിൽ തപ്പുകയാണ്. നമ്മൾക്ക് നമ്മുടെ സമുദായത്തിന് ആവശ്യമായ ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്, ആവശ്യത്തിന് നമ്മൾ വയലുകൾ കേൾക്കുന്നുണ്ട്, നമുക്ക് പ്രത്യേക ജീവിത ചിട്ടയുണ്ട്. ഇതൊന്നുമില്ലാത്ത സമുദായങ്ങളെക്കാൾ വളരെ ലജ്ജിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായം മാറിക്കൊണ്ടിരിക്കുക. ഒന്നിന്റെ കുറവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏറ്റവും നല്ല ജീവിത രീതി നമ്മൾക്ക് ഉണ്ട്. ഇതൊക്കെ പ്രവാചകൻ നമുക്ക് വളരെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എന്നിട്ടും എങ്ങനെ നമ്മൾ ഇങ്ങനെയാകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനം എങ്ങനെ ഉണ്ടാകുമെന്ന് മഹല്ല് കമ്മിറ്റിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അത്രയും ഭയാനകമാണ്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഈ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ഇപ്പോഴുള്ളത്. ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദുൽ ഉലമായുടെ ഒരു പ്രസംഗം 2 ദിവസം മുമ്പ് ഞാൻ ഗ്രൂപ്പിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാ സത്തകൾക്കും ബർക്കത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുന്ന് എന്ത് ചെയ്താലും ഇവിടുന്ന് തന്നെയാണ് അതിന്റെ നമ്മൾ കിട്ടും. ഇത് നമ്മൾ കിട്ടുകയാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മയക്കുമരുന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. മുമ്പ് കൊറോണ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് തൃശ്ശൂരാണ്. ദിവസങ്ങൾ കൊണ്ട് അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അന്ന് നമ്മൾ കരുതിയത് എന്താ? തൃശ്ശൂരല്ലേ, ഒരാൾക്കല്ലേ, ഇന്ത്യയിൽ ഒരാൾക്കല്ലേ. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാലോ ദിവസങ്ങൾ കൊണ്ട് അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. അതിനേക്കാൾ വലിയൊരു വിപത്താണ് ഇപ്പൊ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. എന്ത് കാര്യത്തിന് നമ്മളെ വിളിച്ചാലും വയറു വെച്ചാലും രക്ഷിതാക്കളുടെ സാന്നിധ്യം വളരെ കുറവായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾ വരും, അവരങ്ങ് അത് കേട്ട് ഐസിന് പെയിന്റ് അടിച്ച പോലെ. ഇതാണ് നമ്മുടെ സ്ഥിതി. ഐസിനൊക്കെ വെച്ചാൽ നമ്മൾ എന്താ സ്ഥിതി? ഇതിന് പെയിന്റ് അടിക്കും, ആ സമയത്ത് അത് ഉണ്ടാവും, അത് പോയി. ഇങ്ങനെ നമ്മൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികളെ സ്ഥിതി എന്താണ് എന്നുള്ളത് നമ്മൾ പാലിക്കുന്നില്ല. ഇതിന് മഹല്ല് കമ്മിറ്റി വളരെ സജീവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിപണനത്തിൽ ഏർപ്പെടുത്തുന്ന ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ അത് എല്ലാവരും, ആരും ഇതിൽ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കുട്ടികളെ വരും തലമുറ രക്ഷപ്പെടണം. ഇവ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വിചാരിക്കും, എന്റെ കുട്ടികളൊക്കെ വലുതായില്ലേ, ഇനിയിപ്പോ ഞാൻ എന്തിനാകും നോക്കുന്നത്. പക്ഷെ നമ്മളെ പേരക്കുട്ടികൾ വളർന്നു വരുന്നുണ്ട്, നമ്മളെ മക്കള് വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒരു രീതിയിൽ നമുക്കിനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കർശനമായ നിലപാടുകളിലൂടെ, വീട്ടിലുള്ള നിലപാടുകളല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉപ്പമാര് വളരെ പിന്നിലായ വിഷയത്തിൽ ഇതിൽ നമ്മൾ സമുദായം നോക്കേണ്ടതില്ല. ആരൊക്കെ കൂട്ടുപിടിക്കണോ അവരൊക്കെ കൂട്ടുപിടിച്ച്
ഗീബത്ത് നീക്കാനുള്ള സംവിധാനമാണ് മാലിന്യ കമ്മിറ്റിക്ക് ആലോചിക്കുന്നത്. ഒരു ഹിന്ദു വീട്ടിലാണെങ്കിലും ഒരു അമുസ്ലിമിന്റെ വീട്ടിലാണെങ്കിലും നമ്മൾ ഇത് നോട്ട് ചെയ്ത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു സജീവ ജാഗ്രത പുലർത്താൻ വേണ്ടി മാലിന്യ കമ്മിറ്റി എടുക്കുന്ന സ്റ്റെപ്പുകളിലേക്ക് ആർക്കും എന്ത് ഉപദേശവും തരാം, അതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതിൽ യാതൊന്നും നോക്കണ്ടല്ല. ഒരുപാട് പാർട്ടികൾ നമ്മുടെ നിലവിലുണ്ട്, അവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നേരെ നയിക്കാനുള്ള ഒരു ഇതും ഉണ്ടാകുന്നുള്ള സംശയമാണ്. സംഘടന കുറവുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ സംഘടനയാണ്. ഞാൻ പ്രശ്നം നീട്ടുന്നില്ല, ഒരുപാട് നിക്കറൊക്കെ നടക്കേണ്ടതാണ്. ഏതായാലും ആ വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത 2 മാസങ്ങളിലൊക്കെ കല്യാണത്തിന്റെ ഒരു സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കല്യാണത്തിന്റെ സീസൺ വന്നിപ്പോ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കും. അതിലൊക്കെ മാക്സിമം നമ്മൾ ഒരു ബെസ്റ്റ് ലെവലിലേക്ക് അതിൽ കുറെ നമ്മൾ നീതി, നല്ല മതപരമായ കാര്യം കുറച്ചൊക്കെ ചിട്ടയോട് അച്ചടക്കത്തോട് നടത്താൻ നമ്മൾ ശ്രമിക്കാം. നമുക്ക് ആദ്യം ഇതൊക്കെ ചിട്ടുള്ളത് ഹൈന്ദവ വിവാഹം എത്ര മാന്യമായിട്ട് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മാന്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 12 മണിക്ക് മുഹൂർത്തം വെച്ചാൽ 1 മണിയോടുകൂടി അവിടെ ഫംഗ്ഷൻ കഴിഞ്ഞു. നമ്മളതാ മനസ്സിലാക്കണം, നമ്മളത് ഫോളോ ചെയ്യാൻ നല്ല പറയുന്നത്. പക്ഷെ ആ രീതികൾ നോക്കി എല്ലാത്തിനും നിഷ്കർഷമായ നിയമങ്ങളുള്ള ഒരു സമൂഹമായ നമ്മൾക്ക്. പക്ഷെ നമ്മൾ നേരെ തിരിച്ച നമ്മൾക്കില്ലാത്ത അനാചാരങ്ങളില്ല. എൻഗേജ്മെന്റ് എന്നൊരു സംഭവിക്കും. കഴിഞ്ഞ പ്രാവശ്യം തങ്ങളെ ഉസ്താദോട് പറഞ്ഞു, ഞങ്ങൾ കമ്മിറ്റിക്കാർ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് നിശ്ചയത്തിൽ പങ്കെടുക്കുമ്പോൾ ആ കല്യാണത്തിന് രൂപ നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മൾ പോലും പ്രതിസന്ധിയിലേക്ക് പോവാണ്. ഇതൊക്കെ നമ്മളൊന്ന് മാറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല പ്രവൃത്തികളിലൂടെ നമുക്ക് ബർക്കത്ത് നല്ലത് വരും. നമ്മളിപ്പോ ഞാൻ പല പ്രായമുള്ള സ്ത്രീകളുമായി സംസാരിക്കുന്ന സമയത്ത് അവര് പറയും, മോനെ നമ്മളെ കാലം അങ്ങനെ കഴിഞ്ഞ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പൊ അവരെ ജീവിതത്തിൽ പഴയകാല ജീവിതത്തിലുള്ള പ്രയാസം നമ്മളെ മക്കളൊക്കെ ഇനിയൊന്ന് നമ്മളെ പോലെ കിട്ടൂല ഓരോക്കെ. അപ്പൊ അവര് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതിൽ മനസ്സിലാക്കേണ്ട നല്ല ഭർത്താക്കന്മാരായിരിക്കണം നമ്മൾ. ഇത് ഞാൻ ഈ സാന്ദർഭിക നമ്മളോട് പല പ്രാവശ്യം ഷെയർ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഭർത്താവാണ്. അനുസരിക്കണം. പലരും ഞാൻ പല വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരൊക്കെ ഈ 2-3 കുട്ടികൾക്ക് ചില തർക്കങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പറയും, ഓൾ എന്നെ അനുസരിക്കുന്നില്ല. എവിടെയാണ് അനുസരിക്കേണ്ടത്? അനുസരണ എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയാനുള്ളതല്ല. അനുസരിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പറയുന്ന അനുസരിക്കലൊന്നും ഞങ്ങൾക്കറിയാലോ. സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത ഒരു മതമാണ് നമ്മളത്. എന്നാലും നമ്മൾ അവരെ അത് ദുരുപയോഗിക്കും. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പ്രായമുള്ള ആളുകളൊക്കെ നമുക്കറിയാം, ഒരു പ്രായം കഴിഞ്ഞാൽ അവർ ഷെയറിങ് അവർ ഒന്നിച്ച് കിടക്കില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ മരണം വരെ നമ്മളും നമ്മളെ ഭാര്യയും ഒന്നിച്ചിട്ടാവണം. ഒരു ബെറ്റിലായിരിക്കണം കിടക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന മാതൃകകളാണ്. ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ കുറെ വയത് കേൾക്കും, അത് കേട്ടങ്ങ് പോകും. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൊന്നും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ സജീവമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. തങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, സ്ത്രീകളെ ക്ലാസ്സിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയണം. ഇനി പ്രായോഗികമായിട്ട് നബിചര്യകൾ എങ്ങനെ പിന്തുടരണം എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കണം. ഇതല്ലാതെ ഇനി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇതിനൊക്കെ മറികടക്കണമെങ്കിൽ നമ്മളെടുത്ത് നീയത്ത് തെറ്റിക്കൊണ്ടേ എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയില്ല. ഹറാമുകൾ നമ്മളെ തുറവിട്ടലായി വരികയാണ്. ഹറാമുകൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും ബർക്കത്തുണ്ടാവുള്ളൂ. നമ്മളെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. നമ്മളെ കുട്ടികൾ പഴക്കുന്നു, പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല. കാരണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ ജീവിതം, നമ്മളും നമ്മുടെ ഭാര്യയും തമ്മിലുള്ള ജീവിതം അവര് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനൊക്കെ തന്നെയാണോ എന്റെ ഉപ്പയും ഉമ്മയും ജീവിക്കുന്നത്? ഇങ്ങനെ തന്നെയല്ലേ എനിക്കും ഒരു ഭർത്താവിനെ കിട്ടിയാൽ 25% അങ്ങനെ വരുന്ന വിഷയങ്ങളുണ്ട്.
നമ്മൾ കണ്ടമാനത്തെ മുമ്പ് കാലത്തൊക്കെ നടക്കണം. ഇപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ദീനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മാറ്റം വരുത്താൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ ജീവിതം ഇസ്ലാമികമായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി ഒരു മീഡിയകളും ഒരു സാഹചര്യങ്ങളും നമുക്ക് മാറ്റാൻ കഴിയില്ല. അതിനൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇതിലുള്ള ഒരു സാഹചര്യം മാറ്റാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ദീനിയായ ശിക്ഷയായ ജീവിതം നമ്മൾ നയിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ആളുകൾ പറയുന്നത് കേൾക്കുന്നില്ല. ഒരുപാട് കൗൺസിലേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു പരിധിയിൽ 50-60 വയസ്സ് കഴിഞ്ഞാൽ ഒരു കൂടെ ഉണ്ടാവില്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാവില്ല. പിന്നെ ഒരു വേറെ കിടക്കിന്റെ പേരെ കുറിച്ച് പോയി വേറെ കിടക്കണം. ഇതല്ല ശരി. മരണം വരെ സ്നേഹം നിലനിർത്തണം. അപ്പോഴേ അതിനേക്കാൾ വേറെ കുട്ടികൾക്കും മക്കൾക്കും സ്നേഹം ഉണ്ടാവും. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്റെ ഉപ്പയെ പോലെ ഒരു ഭർത്താവിനെ, ആ സ്വഭാവമുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് നമ്മളെ മകൾ ആഗ്രഹിക്കണം. അതുപോലെ തന്നെ മകൻ ആഗ്രഹിക്കണം. എന്റെ ഉമ്മയെ പോലെയുള്ള നല്ലൊരു സ്വഭാവമുള്ള ഒരു പെൺകുട്ടി എനിക്ക് കിട്ടണം. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ മോഡലാവണം വീട്ടിൽ. ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ ചുരുക്കം വീടുകളിലേ ഉള്ളൂ. ഇതൊന്നും മാറ്റം വരണം. എങ്കിലേ നമ്മളെന്താവുള്ളൂ, നമ്മുടെ ജീവിതം നമുക്ക് വിജയം ഉണ്ടാവും. വയല് കേട്ടു, ക്ലാസ്സുകൾ കേൾക്കുന്നു, പോകുന്നു, നല്ല ശൈലിയിൽ പ്രസംഗിച്ചിട്ടാവും. ഞാൻ പറയുന്നത് നല്ല പ്രസംഗം, അടിപൊളി പ്രസംഗം കഴിഞ്ഞു, പോയി. ഇതാണ് നമ്മുടെ സ്ഥലം. അതുകൊണ്ട് വളരെ എല്ലാവരും ഈ വിഷയങ്ങളൊക്കെ വളരെ ഗൗരവമായി ആലോചിക്കുക. കല്യാണങ്ങൾ വരുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ മാന്യമായ രീതിയിൽ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം മഹല്ല് കമ്മിറ്റി ബന്ധപ്പെടാം. എങ്ങനെ അത് കൊണ്ടുപോകണം? ഞാൻ പല പ്രാവശ്യം നേരത്തെ പറഞ്ഞതാ. ഈ എൻഗേജ്മെന്റ് എന്ന സംഭവമൊക്കെ തങ്ങളത് വിശദീകരിക്കും. ഇതൊക്കെ വളരെ തെറ്റാണ്. മറ്റു സമുദായത്തിൽ പോലും അതില്ല. വിവാഹത്തിന് മുമ്പ് മറ്റൊരു കല്യാണം, നിക്കാഹിന് മുമ്പ് വേറൊരു കല്യാണം. എന്താ എനിക്ക് സ്ഥിതി? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ സ്ഥിതിയൊക്കെ മാറ്റം വന്ന് നമ്മളിലേക്ക് ബർക്കത്തിറങ്ങാൻ നമ്മൾ വഴിയൊരുക്കി കൊടുക്കണം. അള്ളാഹു നമ്മൾക്ക് എന്തെങ്കിലും തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വഴി നമ്മൾ വെച്ച് കൊടുക്കണ്ടേ? ഏതൊരു എവിടെ ഞാൻ കേട്ടു, പിന്നെ ജിബ്രീൽ നബിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വന്നില്ല. ഞാൻ യൂട്യൂബിൽ കേട്ട ശരിയോ എനിക്കറിയാം, തങ്ങളതിനെ വിശദീകരിക്കും. അപ്പൊ തങ്ങള് നബിയുടെ കട്ടിലിന്റെ അടിയിൽ ഒരു നായ്ക്കുട്ടി കിടക്കണം. ജിബ്രീൽ പുറത്തു വന്നില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ ജിബ്രീൽ പറഞ്ഞാൽ സമയത്ത് എത്തണല്ലോ. പരിശോധിച്ചു. അപ്പൊ ചെറിയ നായ്ക്കുട്ടി കിടക്കുന്നത്, നായ്ക്കുട്ടിനെ പുറത്താക്കി. അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞപ്പോ ജിബ്രീൽ വന്നു. ഞാൻ കേട്ട ശരിയോ തെറ്റായിരിക്കും, ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ. അപ്പൊ നല്ല കാര്യങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കണം. നല്ലത്, അനാവശ്യ കാര്യങ്ങളെല്ലാം കേൾക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭാര്യയോട് പെരുമാറണം, എല്ലാത്തിനും നിർത്തുന്ന ചാനലുകൾ. ഇതൊന്നും നോക്കാതെ ഒരു ആ രീതിയിലുള്ള ലൈഫൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് ബർക്കത്തിറങ്ങാവുന്ന വഴികൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ മയക്കുമരുന്നതായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മഹല്ല് കമ്മിറ്റി ചില കാര്യങ്ങളൊക്കെ മീറ്റിംഗ് കൂടിയതിന് ശേഷം ആലോചിക്കും. അതിനൊക്കെ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് എല്ലാവരും അത് സൂചിപ്പിക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനൊക്കെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും സൂചനകൾ നമ്മളെ മക്കളിൽ കണ്ട ആരും നമുക്ക് ഇതൊന്നും വരില്ല എന്ന് ആരും വിചാരിക്കേണ്ട, ആരും അറിഞ്ഞിരിക്കേണ്ട. ആ സംഭവം തന്നെ വേണ്ട. എപ്പോഴാണ് നമ്മൾ പടിവാട്ടിക്കൽ ഇത് എത്തുക നിങ്ങൾ മനസ്സിലാക്കിയത്? നമ്മളെ വീട്ടിലെത്തും എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ ഇതിന്റെ തുടക്കത്തിലുള്ള സൂചനകൾ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കയറിക്കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വളരെ പ്രയാസമാണ്. എന്നാലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംവിധാനത്തിലൊക്കെ ഉണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വിപുലമായ സംവിധാനം. തുടക്കത്തിലാണെങ്കിൽ ഇതൊന്നും വിഷയങ്ങളില്ല. ഇതൊക്കെ ഉപയോഗിച്ച് എഡിറ്റായി കഴിഞ്ഞാൽ 10 വർഷത്തിലധികം ഇത് ഉപയോഗിക്കുന്ന ആൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അത്ര ഭയാനക. ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കേണ്ട. ഒരു രക്ഷിതാക്കളും വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ക്ലാസ് ഇതിലൊക്കെ വളരെ കുറവാണ്. രക്ഷിതാക്കൾ കുറവാണ്. കുട്ടികൾ വന്നിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് നിങ്ങളൊക്കെ ആലോചിക്കുന്നത്? കാലം എവിടെ എത്തി? ഇനിയും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്കൊന്നും നമ്മളെ മക്കളെ ശരിയായി കിട്ടുമെന്ന് വിചാരിക്കണം.
അവിടേക്കാണ് കാര്യം. അതുകൊണ്ട് എല്ലാവരും അത് വളരെ ഗൗരവത്തോടുകൂടി എല്ലാ വിഷയത്തിലും മാലിന്യ കമ്മിറ്റി എടുക്കുന്ന നിലപാടിനോട് കൂടെ നിൽക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് ഈ വിഷയത്തിൽ, ഏത് ഭാഗത്ത് ഈ വിഷയങ്ങളുണ്ടെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാനോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദിക്ർ ആരംഭിക്കാൻ സമയം വൈകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.